ഫ്യൂച്ചർ സൊല്യൂഷൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഒരു 12 വർഷം മുമ്പ് സോളാറിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിരുന്നു. അപ്പം അന്ന് സോളാർ പാനൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ചെറിയ പാനൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോളിക്രിസ്റ്റൽ പാനൽസൊക്കെ വെച്ചിട്ട് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്തിരുന്നതാണ്. അപ്പം ഇപ്പം നമ്മളത് ഓൺ ഗ്രിഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്മുടെ സോളാറിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് 10 കിലോവാട്ടാണ്. 10 കിലോവാട്ടിന് നമ്മൾ രണ്ട് പാനൽ മാത്രം നമ്മൾ ഓഫ് ഗ്രിഡിൻ്റെ ഒരു ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടെക്നോളജിക്കൽ എക്സ്പ്ലനേഷനും അതിൻ്റെ ഒരു വാക്ക് ത്രൂയിലോട്ടാണ് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു താഴെ എന്നുള്ളത് നമ്മുടെ വ്യൂ. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് വാക്ക് വേ അതിൻ്റെ എങ്ങനെ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പാനൽസ് എല്ലാം നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം. അപ്പം ഇതാണ് നമ്മുടെ വാക്ക് വേ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈസിലി കയറി ഒന്ന് ക്ലീൻ ചെയ്ത രീതിയിലാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഇപ്പം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനലിൻ്റെ അടിവശം നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, സ്ട്രക്ചർ എങ്ങനെ ചെയ്തേക്കുന്നത് നമുക്കെല്ലാം കാണാം. അപ്പം സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 2x2 സ്ക്വയർ പൈപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് വിത്ത് കോൺഡ്യൂട്ട്, MC4 കണക്ടേഴ്സ്, മെൻ ക്ലാമ്പ്, മിഡ് ക്ലാമ്പ്, അലൂമിനിയത്തിൻ്റെ എൻ ക്ലാമ്പാണ്, പ്യുവർ അലൂമിനിയത്തിൻ്റെ എൻ ക്ലാമ്പാണ്. SS-ൻ്റെ നട്ട് ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വിത്ത് കോൺഡ്യൂട്ട്. അപ്പോൾ കോൺഡ്യൂട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ടൈ അടിച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ വിത്ത് ജിയുടെ നമ്മൾ സ്ക്രൂ അടിച്ച് ജിയെ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, സെൽഫ് സ്ക്രൂ അടിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ പണിയുമ്പോഴത്തേക്ക് 25 വർഷത്തേക്കായിരിക്കും പണിയുന്നത്. അപ്പം നമുക്ക് നല്ല ലാസ്റ്റിംഗ് കിട്ടും, ഒത്തിരി നാൾ നിന്നു. ടൈ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ടൈ പൊട്ടിപ്പോകാനോ കാര്യങ്ങൾ കുറേ കഴിയുമ്പോഴത്തേക്ക് പൈപ്പ് തൂങ്ങി കിടക്കാനോ അങ്ങനെയൊക്കെ വരും. ഇതാകുമ്പോൾ കിടന്നോളൂ, എത്ര നാൾ വേണം നമുക്ക് കിടന്നോളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പാനൽ എന്ന് പറയുമ്പോഴത്തേക്കും ജെയുടെ 455 വാട്ട്സിൻ്റെ മോണോപ്പർ ഹാഫ് കട്ട് പാനലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ മുകളിലത്തെ നമ്മുടെ പ്ലാന്റിൻ്റെ വ്യൂവും കൂടെ നമുക്ക് കാണാം. അപ്പം ഇത് നമുക്ക് ഈസിലി നമുക്ക് കയറത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം വിത്ത് വോക്കേ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈസിലി കയറത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം മുകളിലോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വ്യൂ. നമുക്ക് പ്ലാന്റിൻ്റെ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ സൗത്ത് ഡയറക്ഷനിൽ 22 പാനൽ നമ്മൾ മൊത്തം വെച്ചിട്ട് 20 പാനൽ നമ്മൾ ഓൺ ഗ്രിഡിനും 2 പാനൽ നമ്മൾ ഓഫ് ഗ്രിഡിനും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട്. അങ്ങനെ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ എപ്പോൾ വേണേലും നമുക്ക് ഓഫ് ഗ്രിഡ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാനലിലൂടെ നമുക്ക് ഓൺ ഗ്രിഡിൽ കൊടുക്കത്തക്ക രീതിയിൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ വെച്ചേക്കുന്നത് 10 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടറാണ്. അപ്പം അതിൻ്റെ നമുക്ക് ഈസിലി 12,000 വാട്ട്സ് വരെ നമുക്കിത് ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സെറ്റപ്പ്. അപ്പം ഈ വോക്ക് കൊടുത്തേക്കെന്ന് വെച്ചാൽ 2 പാനലിൻ്റെ സൈഡും നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാം. അപ്പം അതിൻ്റെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈസിലി ഈ സൈഡും ക്ലീൻ ചെയ്യാം, ഈ സൈഡും ക്ലീൻ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന യൂഷ്വലി സ്ട്രക്ചേഴ്സ് എല്ലാം നമുക്ക് ഈസിലി ആക്സസിബിളും ഈസിലി ക്ലീൻ ചെയ്യാൻ തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പം നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഭാഗത്തുനിന്നൂടെ നമുക്ക് കണ്ടാലോ. അപ്പം ഇതാണ് നമ്മുടെ ഇൻവേർട്ടർ സെറ്റപ്പ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ അത് നമ്മൾ ABBയുടെ OTDC, നമ്മുടെ മെർസൻ്റെ SPDC, മെർസൻ്റെ ഡബിൾ ലൈൻ ഫ്യൂസ് നമ്മളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുത്ത് പ്രോപ്പർ കോൺഡ്യൂട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് ട്രങ്കിങ് AC ഇട്ട് ഇത് നമ്മുടെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഇതിൻ്റെ നമ്മൾ 4 പോൾ MCB ഫുൾ കളർ ഗ്രേഡിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വിത്ത് AC SPD നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻവേർട്ടർ വന്നേക്കുന്നത് ഗ്രോ വാട്ടിൻ്റെയാണ്. ഗ്രോ വാട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 46.5 യൂണിറ്റ് നമുക്ക് ഇന്നത്തെ മാത്രം പ്രൊഡക്ഷനാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ 9000 വാട്ട്സ് 9100 വാട്ട്സ് പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷനാണ് നമുക്ക് വന്നേക്കുന്നത്. 9 kV നമ്മുടെ ഒരു പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 36 യൂണിറ്റാണ്. 9 kVക്ക് 4 യൂണിറ്റ് വെച്ചിട്ട് ഒരു കിലോ വാട്ടിന് 4 യൂണിറ്റ് വെച്ച്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് 46 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 യൂണിറ്റ് പെർ kV നമുക്ക് കിട്ടിയ പോലായി. അപ്പം ഇത് നമുക്ക് കിട്ടുന്നത് എല്ലാ ദിവസവും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നല്ല വെയിലുള്ള ദിവസം പ്രോപ്പർ വേറെ ഷെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രോപ്പർ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 5 യൂണിറ്റോളം നമുക്ക് കിട്ടും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇയർലി ആവറേജാണ്. നമുക്ക് വർഷത്തിൽ നമുക്ക് ആവറേജായിട്ട് 4 യൂണിറ്റ് 1 കിലോ വാട്ട് നമുക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ നമുക്ക് നല്ല കാലാവസ്ഥകളാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയേക്കാം. അപ്പം ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ ഈ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വരുന്ന വർക്കിൻ്റെ റെഫറൻസ് എല്ലാം വേറൊരാളുടെ വീട്ടിൽ നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ സൈറ്റിലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറ്. അതിൻ്റെ വെച്ചാൽ നമ്മളൊരു പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 25 വർഷത്തേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ 25 വർഷത്തേക്ക് നിൽക്കേണ്ട പ്ലാന്റ് നമ്മൾ ഒരു ചെറിയൊരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് പ്രശ്നം വന്നേക്കാം. നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ടോപ്പ് ഓഫ് ദ ലൈൻ ടോപ്പ് പ്രോഡക്ട്സ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. വേറെ പിന്നെ ഭാവിയിൽ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പ്ലാന്റ് ഈസിലി ഫംഗ്ഷൻ ആയിക്കോളും. അപ്പം നമുക്ക് താഴത്തെ എനർജി മീറ്റർ നമ്മൾ നെറ്റ് മീറ്ററും കൂടെ നമുക്ക് ആ ഒരു സെക്ഷനോടെ നമുക്ക് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ എനർജി മീറ്റർ നെറ്റ് മീറ്ററും വരുന്ന ഭാഗം. നമ്മുടെ ഇത് പ്ലാന്റിൻ്റെ നമ്മുടെ മെയിൻ സ്വിച്ചാണ്. 63 ആംപിയറിൻ്റെ 3 പോളിൻ്റെ നമ്മുടെ മെയിൻ സ്വിച്ച്. ഇത് നമ്മുടെ എനർജി മീറ്റർ നമ്മൾ വിത്ത് കളർ ഗ്രേഡിംഗ് എല്ലാം കൊടുത്ത് നമ്മൾ കറക്റ്റ് കളർ കോഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വയറിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ നെറ്റ് മീറ്ററാണ്. നെറ്റ് മീറ്ററിനകത്ത് വരുന്നത് നമ്മുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നമുക്ക് അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ മീറ്ററാണ്. പലർക്കും നമുക്ക് അതിൻ്റെ റീഡിംഗ് എടുക്കാൻ നമുക്ക് അതിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ എൻ വാല്യൂ നോക്കിയാൽ മതി. എൻ വാല്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ടാണോ അതോ അങ്ങോട്ടാണോ ഉപയോഗിച്ചെന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഈ മൈനസ് വരുന്നത്. മൈനസ് ആണെങ്കിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉപയോഗം കഴിഞ്ഞിട്ട് എക്സസ് എത്ര യൂണിറ്റ് ആണോ അത് നമ്മൾ അതിൻ്റെ അകത്ത് എൻ വാല്യൂ കാണിക്കുന്നത്. മൈനസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു. പ്ലസ് ആണെങ്കിൽ നമ്മുടെ ഉപയോഗം പോരാ, നമ്മുടെ പ്രൊഡക്ഷൻ പോരാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ KSEBിന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് ആ മൈനസ് ഓർ പ്ലസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം 9 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ 267 യൂണിറ്റ് നമ്മൾ KSEBിക്ക് നമ്മൾ വിറ്റിരിക്കുന്നത്. അപ്പം ഒരു യൂണിറ്റ് ഏകദേശം ഒരു 3.5 രൂപ ഒരു ആവറേജ് നമുക്ക് എല്ലാ വർഷവും പുതുക്കുന്ന റേറ്റാണ്. അപ്പം ഒരു 3.5 രൂപ ആവറേജ് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കൂട്ടിയാൽ തന്നെ നമുക്ക് ആ ഒരു തുക ഇത്ര 9 ദിവസം കൊണ്ട് നമ്മൾ ഇതുവരെ അങ്ങോട്ട് നമ്മൾ KSEBിക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇതുപോലെ നമ്മൾ ഭാവിയിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചാൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡക്ഷനിലോട്ടാക്കി. അപ്പം അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ഇത്രയും യൂണിറ്റ് നമുക്ക് അധികം കിടക്കുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഫുള്ളി ഇലക്ട്രിക് കാറും ഇലക്ട്രിക് സ്കൂട്ടറും ഇൻഡക്ഷനും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമായിട്ട് നമുക്ക് താക്കാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ മെയിനായിട്ട് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് കറണ്ട് ബില്ലിൽ കൂടെ മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ മുടക്ക് മുതൽ നമുക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളത്. ആക്ച്വലി അങ്ങനല്ല. നമ്മൾ ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ ഫുൾ ഇലക്ട്രിഫൈ ആവുന്നതോടുകൂടി നമ്മുടെ പലയിടത്തു നിന്നുള്ള നമ്മുടെ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ആവാൻ ഒരു 4 to 5 ഇയേഴ്സ് കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൻ ആകാൻ പറ്റും. അപ്പം എന്തുകൊണ്ടും ഭാവിയിലൊരു രീതിയാണ് നമ്മൾ സോളാർ ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ അതിലോട്ട് സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിനുവേണ്ടി ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ എൻക്വയറീസോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ജിതിൻ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.